നീയൊക്കെ നരകത്തിൽ പോകൂ, നിനക്കൊക്കെ നരകമാണ് നല്ലത്. പറഞ്ഞത് ഇസ്രയേലി ക്യാബിനറ്റിലെ മന്ത്രിമാരോടാണ്. അങ്ങനെ നരകത്തിലേക്ക് പോകാൻ പറഞ്ഞത് ഇറാൻകാരുമല്ല, മിഡിൽ ഈസ്റ്റിലെ ആരുമല്ല, ഫലസ്തീനെ പിന്തുണയ്ക്കുന്നവരുമല്ല. പറഞ്ഞത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. അദ്ദേഹം അത്രമേൽ ക്ഷോഭത്തോടെ പറയാൻ കാരണം ഇസ്രയേൽ നിരന്തരം ഒരു സമാധാനത്തിലേക്ക് ഇറാനും അമേരിക്കയും തമ്മിൽ എത്തിച്ചേരാൻ സഹായിക്കാതെ എല്ലാത്തിനും തുരങ്കം വെക്കുന്ന നടപടിയെക്കുറിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. നീയൊന്നും ഈ ഭൂമിക്ക് പറ്റിയതല്ല, നീയൊക്കെ പോകേണ്ടത് നരകത്തിലേക്കാണ്. ഗോ ടു ഹെൽ എന്നാണ് അർത്ഥം. നമ്മൾ സാറിന് പറയില്ലേ, ചില പ്രത്യേക സ്ഥലം പറഞ്ഞ് ദേഷ്യം പറയുമ്പോൾ നിങ്ങൾ അവിടെ പോയി പറയുന്നു പറയൂലേ. നാട്ടിലൊക്കെ അത് അസഭ്യം ചേർത്താണ് പറയുന്നത്. അവിടെ പിന്നെ സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞതേ ഉള്ളൂ, നരകത്തിൽ പോകാൻ യോഗ്യതയുള്ളവരാണ് നീയൊക്കെ എന്ന്. കാരണം പറഞ്ഞത് അമേരിക്ക ഇറാനുമായി ഒരു സന്ധി സംഭാഷണത്തിനോ കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ നടത്തുന്ന ആക്രമണമെല്ലാം അഭ്യാസാക്രമണം മാത്രമാണ്. കനത്ത അക്രമത്തിലേക്ക് രണ്ടുപേരും പോകുന്നില്ല. എങ്കിലും എല്ലാവരുടെയും പ്രതീക്ഷ ഒരു സമാധാനത്തിലേക്ക് എത്തിച്ചേരാനാണ്. എന്നാൽ അതിനെ തുരങ്കം വെക്കുന്ന നരകവാസികൾക്ക് തുല്യമായ ചിലർ ഇസ്രയേലി ക്യാബിനറ്റിലുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം എല്ലാവരെയും പറഞ്ഞില്ല, കാരണം അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ക്യാബിനറ്റിലുള്ളവർ മുഴുവൻ നരകത്തിൽ പോകേണ്ടവരാണെന്ന് എങ്ങനെ പറയും? സത്യത്തിൽ അതിന് അർഹതയുള്ളവരാണെങ്കിൽ പോലും. അതുകൊണ്ട് ചിലരുണ്ട് എന്നാണ് പറഞ്ഞത്. ബെൻഗീറിനെ പോലെ എന്ന് പറഞ്ഞാൽ മനുഷ്യകുലം മൊത്തം തൊലയണം എന്നാഗ്രഹിക്കുന്ന അവരെപ്പോലെയുള്ളവർ, അവർ നരകത്തിലേക്കാണ് പോകേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ്, അങ്ങനെയല്ലേ പറയാനൊക്കെ ഉള്ളൂ, ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആളാണ്. ആ പവർഫുൾ ആളാണ് ഇസ്രയേലിന് വേണ്ടി ഇപ്പോൾ സഹായങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിലാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. ആ സംരക്ഷണയ്ക്കും അതിനും വില വെക്കാതെ നിരന്തരം അദ്ദേഹത്തെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് പോകാനാണ് പറഞ്ഞത്. പോകാൻ സർവ്വയോഗ്യതയും ഇസ്രയേലിനുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം നിരപരാധികളായ മനുഷ്യരെ അന്നും ഇന്നും എന്നും കൊന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇസ്രയേലിൻ്റെ ഒരു പ്രത്യേകത. ഫലസ്തീനിൽ ഇപ്പോഴും കൊല്ലപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ തേങ്ങലുകൾ നിലച്ചിട്ടില്ല. സമാധാന കരാറായി ഈ പറയുന്നത് പോലെ ഭരണം ഉടമ്പടി പ്രകാരം അതിലെ നിയോഗിക്കപ്പെട്ട ഒരു സമിതിക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് ഹമാസ് പ്രഖ്യാപിച്ച് പിൻവാങ്ങുകയും ഒക്കെ ചെയ്തിട്ടും അധിനിവേശവും ആക്രമണവും എപ്പോഴും തുടരുകയാണ്. കാരണം ഇലക്ഷൻ വരാൻ പോകുന്നു. ആ ഇലക്ഷനിൽ വിജയിക്കണമെങ്കിൽ ഹീറോ ആയി നിൽക്കണം. അവിടെ ഹീറോ ആകണമെങ്കിൽ ഈ മനുഷ്യരെയൊക്കെ കൊല്ലണം. അതിനുവേണ്ടിയുള്ള സംഗതികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് JD വാൻസ് പറയുന്നത് നരകത്തിൽ പോകാൻ. ഇവിടെ കുറേ പേർ പറയുന്നത് അവരെല്ലാവരും സ്വർഗത്തിൽ പോകുന്നവരും ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമി തേടി വന്നവരുമൊക്കെയാണെന്നാണ്. അപ്പോഴാണ് അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഈ പ്രയോഗം. ഇത് ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും വളരെ ഗൗരവമായി എടുത്ത് അത് തലക്കെട്ടുകൾ നൽകി പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. നരകത്തിലേക്ക് പോകൂ എന്ന് ഇസ്രയേലി മന്ത്രിമാരോട്, യുദ്ധം ആഗ്രഹിക്കുന്നവരോട്, സമാധാന കരാർ അട്ടിമറിക്കുന്നവരോട്.